അയ്യപ്പ ഗോൾഡ് ഇൻ അസോസിയേഷൻ വിത്ത് പോറ്റി ബ്രാൻഡ്സ് അവതരിപ്പിക്കുന്ന എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഷോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത് ബ്രേക്കപ്പ് ആയല്ലോ, എന്ത് പറ്റി? അത് പേഴ്സണൽ ആണ്, അത് എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. അതൊരു രാത്രി 10 മണി 10 ആ സമയത്താന്ന് തോന്നുന്നു പോസ്റ്റ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾക്ക് ഇതിന്റെ ടൈമും കാര്യങ്ങളും ഒന്നും അറിയുന്നില്ല, വെറുതെ അങ്ങ് പോസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഷെബിയോട് പറഞ്ഞു, ഞാൻ നിന്നെ വിറ്റ് കുറച്ച് കാശുണ്ടാക്കും. എൻ്റെ അമ്മാമ്മയ്ക്ക് 5 പെൺകുട്ടികളാണ്, 4 ആളെ അമ്മാമ്മ വളരെ ഈസി ആയിട്ട് നോക്കിയത്. അമ്മേനെ നോക്കാനാ പാടുന്ന എപ്പോഴും പറയുമായിരുന്നു. കുസൃതിയായിരുന്നോ? കല്യാണം കഴിഞ്ഞ ശേഷം കുറുമ്പൊക്കെ കല്യാണം കഴിഞ്ഞിരുന്നോ ജുവലിന്റെ? കല്യാണം കഴിഞ്ഞതാ. എന്താ കുങ്കുമൊന്നും തൊടാത്തെ? അത് അപ്പൊ താലിയൊന്നും ഇടണ്ട? ഞാൻ ക്രൂരയായ മരുമകളാണ്. എവിടെയെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മോട് ഞാൻ അത് എടുക്കണ്ട ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ ഭരിക്കുന്ന കാണുമ്പോ മരുമകളും സാധനമാണല്ലേ. ഈ അമ്മ എങ്ങനെയാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ? ഇന്റർവ്യൂവിനല്ലേ വന്നത്? ഇതാണോ ഇന്റർവ്യൂ ചെയ്യുന്നേ? കാര്യങ്ങളാ പറയുന്നത്, എന്റെ വിഷമങ്ങളാ പറയുന്നേ. ആണോ? ഹായ്, വെൽക്കം ടു വൈബ് ചെക്ക്. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ ആക്ഷേപഹാസ്യത്തിലൂടെ പ്രസന്റ് ചെയ്യുന്ന ഐശ്വര്യ ആൻഡ് ഫാമിലി. എങ്ങനെ പോകുന്നു കോണ്ടന്റ് ക്രിയേഷനൊക്കെ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജുവൽ ഫോർ ഹാവിങ് അസ്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങൾ ഒരു ഫൺ പ്ലസ് ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റീച്ച് കിട്ടി തുടങ്ങി. അതൊരു സന്തോഷം. അതെ, അതൊരു സന്തോഷം. നല്ലൊരു മാസ്റ്റർ ബ്രെയിൻ കാണുമല്ലോ, ഇത് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ആക്ച്വലി കോക്കനട്ട് മൈൻഡ്സ് എന്നല്ലായിരുന്നോ പേജിന്റെ പേര്? അതെങ്ങനെയാ ഈ കോക്കനട്ട് മൈൻഡ്സ് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ വന്നത്? ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഹിറ്റായത്. അത് എൻ്റെ ഒരു പ്രൊഫൈലിൽ നിന്ന് ഇട്ടു. ഒരു ജസ്റ്റ് ഒരു ബുക്ക് റിലേറ്റഡ് കോണ്ടന്റ് ആയിരുന്നു. അപ്പം ഫണ്ണിയാണ്. വളരെ റാൻഡംലി ഞങ്ങൾ ബുക്ക് വായിക്കും രണ്ടുപേരും. അപ്പോൾ വളരെ റാൻഡംലി എനിക്ക് ഷെബി മരണവംശമാണ് വായിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നാൾ ഷെബി ബ്രേക്ക് എടുത്ത് വീണ്ടും വായിച്ചപ്പോൾ ഷെബിക്ക് അതിലെ ക്യാരക്ടേഴ്സ് ഒന്നും മനസ്സിലായില്ല, മറന്നുപോയി എന്ന് പറഞ്ഞു, കംപ്ലീറ്റ്ലി റിലേഷൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്ക് KPS ലളിതയിലെ ഒരു ഡയലോഗ് ആ സമയത്ത് എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടപ്പോൾ, എനിക്ക് ആ റീല് കണ്ടപ്പോൾ എനിക്ക് ഷെബി പറഞ്ഞ കാര്യം തമ്മിൽ ഭയങ്കര റിലേറ്റഡ് ആയി തോന്നി. ഞാൻ അപ്പം തന്നെ അത് റീല് പോലെ എടുത്തിട്ട് വെറുതെ ഷെബിയുടെ പോസ്റ്റ് ചെയ്തു. അതൊരു രാത്രി 10 മണി 10 ആ സമയത്താന്ന് തോന്നുന്നു പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഇതിന്റെ ടൈമും കാര്യങ്ങളും ഒന്നും അറിയുന്നില്ല, വെറുതെ അങ്ങ് പോസ്റ്റ് ചെയ്തു. അത് പക്ഷെ ഒരു 400K+ വ്യൂസും പിന്നെ കുറെ ലൈക്സും കോമന്റ്സും, പിന്നെ അതുപോലെ തന്നെ ഷാജികുമാർ തന്നെ അത് റീപോസ്റ്റ് ചെയ്ത് സ്റ്റോറി ഇട്ടു. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ ഇത്രയും പുസ്തകം വായിച്ച് ഞങ്ങൾക്ക് ഒരു ഓദറിന്റെ അടുത്തേക്ക് ഇത്ര പെട്ടെന്ന് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇത് ഉണ്ടായിരുന്നു ലൈക്ക് എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ബട്ട് എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിങ്ങനെ ഒരു ചെറിയൊരു റീച്ച് കിട്ടിയപ്പോ ഓക്കെ എന്നാ പിന്നെ ബുക്ക് റിലേറ്റഡ് ഒന്ന് പിടിച്ചു. ഞാൻ നിന്നെ വിറ്റ് കുറച്ച് കാശ് ഉണ്ടാക്കും. ഞാൻ ഷെബിയുടെ ഒരു പ്രവാസി ലൈഫ് എന്ന് പറഞ്ഞിട്ട് വേറൊരു റീൽ ഇട്ടു. അതും കേറി, അതിന് നല്ല വ്യൂസ് കിട്ടി. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഷെബി ആക്ടർ, ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കും. കാശിന് അങ്ങനെയാണ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇതിൻ്റെയൊക്കെ. അപ്പൊ പിന്നെ നമ്മൾ ഇടാൻ തുടങ്ങിയതിന് ശേഷം ഓക്കെ നമുക്ക് എന്നാ ഒരു പേജ് പോലെ ചെയ്ത് തുടങ്ങാം, അതിലോട്ട് ആൾക്കാരെ ഓഡിയൻസിനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് കോക്കനട്ട് മൈൻഡ്സ് എന്നുള്ള പേരൊക്കെ ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തു. പിന്നെ കുറച്ചൊക്കെ ChatGPT അങ്ങനെ ലോഗോയും കാര്യങ്ങളൊക്കെ ChatGPTയിൽ നെയിം ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് മലയാളി റിലേറ്റഡ്, നമ്മുടെ മല്ലു റിലേറ്റഡ് ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ കോക്കനട്ട് ചൂസ് ചെയ്തത്. പിന്നെ കോക്കനട്ട് മൈൻഡ്സിനെക്കാളും മുന്നേ ഞങ്ങൾ അതിന്റെ ടാഗ് ലൈൻ ആണ് ക്രാക്കപ്പ് ആൻഡ് തിങ്ക് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയത്. അതായത് ചിരിക്കുക ചിന്തിക്കുക അങ്ങനെ ഉണ്ടാക്കിയാണ്. അപ്പനെയാണ് ഞങ്ങൾക്ക് കോക്കനട്ട് ക്രാക്ക് ചെയ്യുന്നു, അപ്പൊ തിങ്കിങ് അങ്ങനെ കൊണ്ടുവന്നതാണ് കോക്കനട്ട് മൈൻഡ്സ്. പിന്നെ ChatGPTയോട് ഞങ്ങൾ പറഞ്ഞു കോക്കനട്ടും വേണം മൈൻഡും വേണം, ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു ലോഗോ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ കോക്കനട്ടിന്റെ ഉള്ളിൽ ബ്രെയിൻ ആക്കിയിട്ട് ഉണ്ടാക്കി തന്നത് ChatGPT ഒരു മുടുക്കൻ തന്നെ. പിന്നെ കോക്കനട്ട് മൈൻഡ്സിനെക്കാളും കൂടുതൽ പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് പോയത് എന്റെ പ്രൊഫൈലാണ്, ഫ്രം ഐശ്വര്യ. അതെ അതെ. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഒരേ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചിട്ടാണ് പിന്നെ യൂട്യൂബിലും കോക്കനട്ട് മൈൻഡ്സ് മാറ്റി ഫ്രം ഐശ്വര്യ ആക്കിയത്. പക്ഷെ കോക്കനട്ട് മൈൻഡ്സ് റിമൈൻസ് ദെയർ. ഞങ്ങൾ വേറെ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും അതിൽ ഇതുവരെ ആരും ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ ആരും ചെയ്യാത്ത കാരണം ഐഡിയ കിട്ടിയിട്ടില്ല. ആക്ച്വലി നിങ്ങളെ 3 നാളെയും നമ്മൾ സ്ഥിരമായി വീഡിയോസിൽ കാണുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ, റിലേഷൻ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ? ഞാൻ ഐശ്വര്യ, എൻ്റെ ഹസ്ബൻഡ് ഷെബിൻ, എൻ്റെ അമ്മയാണ് ഇത്. നോട്ട് ദ പോയിന്റ്, ഇത് ഐശ്വര്യയുടെ അമ്മയാണ്, ഷെബിന്റെ അമ്മയാണ് എന്നുള്ള ഒരുപാട് കോമന്റ്സും
അല്ലേ ഒക്കെ കാണാറുണ്ട്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഷെബിന്റെ അമ്മയാണ് എന്നുള്ളതാണ്. ആക്ച്വലി അതിന്റെ കാരണം എന്താണ്? അത് എന്റെ അമ്മയും നല്ല ചായ ഉണ്ടെന്നാണ് പറയുന്നത്. ഈവൻ നേരിട്ട് കാണുമ്പോൾ പോലും ആൾക്കാർ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാറുണ്ട് എന്റെ അമ്മയാണ് ഐശ്വര്യ മരുമകളാണ് എന്നുള്ള രീതിയിൽ. ഞാൻ ക്രൂരയായ മരുമകളാണ്. എവിടെയെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മോട് ഞാൻ അത് എടുക്കണ്ട ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ ഭരിക്കുന്ന കാണുമ്പോ ഓ മരുമകളും അങ്ങനെ സാധനമാണല്ലേ എന്നുള്ള രീതിയിലാണ് അമ്മോട് ചോദിക്കുക. അപ്പൊ അമ്മ പറയാം അതല്ല എന്റെ മരുമൻ പാവ അതല്ല മോള്. വ്യൂവേഴ്സ് ആരെങ്കിലും നേരിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട് ഇതുപോലെ? ഇപ്പൊ കുറച്ച് പേരൊക്കെ ഈ ഫെബ്രുവരി ഒരു മിഡ് വീക്കിന് ശേഷമാണ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് വന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അത് ഞങ്ങളെ രണ്ടാൾക്കാട്ടും കൂടുതൽ അമ്മേനെയാണ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓടി വന്ന് സംസാരിക്കാൻ അവർക്ക് പെട്ടെന്ന് തോന്നണം അമ്മയുടെ അടുത്താ. ഞങ്ങളുടെ അടുത്ത് അതെ ഞങ്ങളുടെ അടുത്ത് എന്തൊരു മടിയുണ്ട്. അമ്മയുടെ അടുത്ത് പെട്ടെന്ന് ഓടി വന്നിട്ട് അമ്മ സൂപ്പറാണ് എന്നൊക്കെ പറയും. ആദ്യം വന്നിട്ട് അമ്മേനെ ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോ എന്നെ എവിടെയാ കാണാറ് എന്ന് ചോദിക്കും. കാരണം അമ്മയ്ക്ക് ഇത് മറന്നേ പോകും. അമ്മ കോണ്ടന്റ് ക്രിയേഷനിൽ ഒരു ഭാഗമാണ്, വീഡിയോസിൽ ഉണ്ട് എന്നുള്ളത് അമ്മ മറക്കും. അമ്മ ചില കുട്ടികളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ അമ്മ വിചാരിക്കും എന്റെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നിന്റെ സ്റ്റുഡന്റ് ആണോ എവിടെയാ വീട് എന്നൊക്കെ ചോദിക്കും അവരോട്. അപ്പൊ അവരല്ല ആന്റീനെ ഞങ്ങള് വീഡിയോയിലാണ് കണ്ടത്. ആക്ച്വലി അങ്ങനെ വന്ന് സംസാരിക്കുമ്പോഴേ എന്താ തോന്നാറ്? ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് എന്നെ തിരിച്ചറിയുന്നതെന്നൊക്കെ ഫീൽ ചെയ്യുമ്പോ? ഫസ്റ്റ് തോന്നിയപ്പോ എനിക്ക് പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ ഈ ഭാഗത്തേക്കേ ഇല്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. ആദ്യമായിട്ട് ഒരാളെ റെക്കഗ്നൈസ് ചെയ്തപ്പോ വീട്ടിൽ വന്നിട്ട് എനിക്ക് രാജിക്കത്ത് വന്നു. ഞാനില്ല എന്നെ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് നാണക്കേട്. ആൾക്കാർ വന്നിട്ട് ആന്റീനെ ഞങ്ങൾ അത് കണ്ടു നല്ല തമാശയാന്നൊക്കെ പറഞ്ഞു. എനിക്ക് നാണക്കേടാകും, ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് രാജിക്കത്ത് വന്നു. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ അഭിനയിക്കാനും പാടായി കാണുമല്ലോ, വിളിച്ചോണ്ട് വരാൻ അഭിനയിപ്പിക്കാൻ? അത് ആക്ച്വലി ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഷെബിന്റെ. ഞാൻ ആ പറഞ്ഞ വീഡിയോയിൽ ആദ്യമായിട്ട് അമ്മ ഡബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ലൈറ്റ് പിടിച്ചേരല്, പിന്നെ ഞങ്ങളുടെ കോൺസ്റ്റന്റ് മോട്ടിവേറ്റർ. എന്തെങ്കിലും ഒരു സമയം ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ വീഡിയോ എടുക്ക്, ഇന്നെന്താ ഷൂട്ട് ചെയ്യാത്തത്, ഇന്നെന്തൊന്നും ഇടാത്തത് എന്നൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ എന്റെ ചേച്ചിയും. എന്റെ ചേച്ചിയുടെ ചില കപ്പിൾ ഐഡിയാസ് ഒക്കെ എന്റെ ചേച്ചിയും ചേട്ടന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ഓക്കെ, അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ അമ്മ അഭിനയിക്കുന്ന കാണുമ്പോ അവര് പറയുന്ന കേൾക്കുമ്പോ എന്താ അമ്മയ്ക്ക് തോന്നാറ്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ അറിയുന്നവർക്ക് അറിയാം എന്റെ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് അവർക്കൊന്നും ഒരു അതിശയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പൊതുവെ തമാശയൊക്കെ പറയുന്ന ആളാണോ? അതിലുണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. ചെറുപ്പത്തിലെ ഭയങ്കര മാറ്റയായിരുന്നു. എന്റെ അമ്മാമ്മയ്ക്ക് 5 പെൺകുട്ടികളാണ്. 4 ആളെ അമ്മാമ്മ വളരെ ഈസി ആയിട്ടാണ് നോക്കിയത്. അമ്മേനെ നോക്കാനാ പാടുന്ന എപ്പോഴും പറയുമായിരുന്നു. കുസൃതിയായിരുന്നോ? കല്യാണം കഴിഞ്ഞ ശേഷം കുറുമ്പൊക്കെ കുറേ. റീസെന്റ് ഒരു വീഡിയോ ഇട്ടില്ലേ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ലേഷൻ? അത് സംഭവമായിരുന്നു. പക്ഷേ മൈക്കൊക്കെ പിടിച്ചിട്ട് കേരള കെ നാരിയോ കെ സാത്ത് മേ ദൂംഗാ. കേരളത്തിലെ എല്ലാ നാറികൾക്കും സാറുണ്ടെന്നാ പറഞ്ഞു. വന്ദേ ഭാരത് റെയിൽഗാഡി കോ ആജ് ക്യാ ഹുവാ? വന്ദേ മാതരം എഴുതിയ റഹ്മാൻ ഇപ്പൊ പാട്ടില്ല. അതൊക്കെ എങ്ങനെയാ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഇംപ്രവൈസേഷൻസ് ആണോ ഡയലോഗ്സ് ഒക്കെ? അത് ഡയലോഗ്സ് ഒക്കെ എഴുതിയത് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. മെയിൻ ആയിട്ട് ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഷെബി നല്ലോണം ഹിന്ദി അറിയാം, എനിക്ക് അത്ര നന്നായി ഹിന്ദി അറിയില്ല. ചിലപ്പോ ഷെബി ഹിന്ദിയിലെ ഏതെങ്കിലും സിനിമയിലെ ഡയലോഗ് ഒക്കെ പറയുമ്പോൾ ഞാൻ അതിന്റെ മലയാളം അർത്ഥം ഇട്ടിരുന്നു പറയും. പക്ഷെ ഷെബി പറയും നീ കൊല്ലരുത്. പിന്നെ എനിക്ക് വായി തോന്നിയ എല്ലാ ഹിന്ദിയിലും ഞാൻ പാട്ട് പാടും. ഷെബി ആണെങ്കിൽ കറക്റ്റ് ഹിന്ദിയിലാണ് പാട്ട് പാടുക. അത് ജീവിതത്തിലുള്ള സംഭവം അത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഈ ട്രാൻസ്ലേഷൻ ഐഡിയയിലോട്ട് വന്നത്. അമ്മയും ഹിന്ദി നന്നായി, അമ്മയ്ക്ക് ഹിന്ദി നല്ലോണം അറിയാം. അതെ, അപ്പൊ ഡയലോഗ്സ് കൂടുതലും ഇവര് ഹിന്ദി പറയുന്നത് ഞാൻ മലയാളമാക്കുക ചെയ്തത്. അപ്പൊ പിന്നെ ഷെബിയുടെയും കോൺട്രിബ്യൂഷൻ ആണ്. പക്ഷെ ഡയലോഗിന്റെ ടോണും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അമ്മ നല്ലോണം കയ്യിൽ നിന്നിട്ട് അതെപ്പോഴും അങ്ങനെയാ. അത് ഷൂട്ടിനെക്കാളും ക്യാമറ ഓൺ ആക്കണേക്കാളും മുന്നുള്ള അമ്മയല്ല ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തൊക്കെയോ മോഡുലേഷനിലൊക്കെ പറയും. ഞങ്ങള് ഡോക്ടേഴ്സിന്റെ ഒരു യൂട്യൂബ് ഡോക്ടേഴ്സിന്റെ ഒരു Q&A എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 3-4-5 ടേക്ക് പോയിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ ചിരിയാ. അവസാനം ഞാൻ ചിരിച്ചു തന്നെ ഇടണ്ടാവുന്നു. അത് അമ്മയുടെ ഡയലോഗ് ഡെലിവറിയിലാണത്. സ്ക്രിപ്റ്റ് പക്ഷെ നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും അമ്മ. പക്ഷെ അത് നല്ലോണം എന്താ പറയാ അതിന്റെ ടോൺ ആയാലും അല്ലെങ്കിൽ അപ്പൊ അത് നല്ല ഫണ്ണി ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. തരുന്ന സ്ക്രിപ്റ്റ് ഇല്ലേ അതിങ്ങനെ കാണാതെ പഠിക്കുകയും കൂടെ ചെയ്യണ്ടേ? ഇല്ല, അതൊക്കെ ഓരോ ഷോട്ട്. അതിന്റെ ഒരു ബ്ലൂപ്പർ ഞാൻ ഇടണം. 2.5 മണിക്കൂറിന്റെ സിനിമ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ അമ്മയുടെ 1 സെക്കൻഡ് ഇവര് പറഞ്ഞൊരു ഡയലോഗൊക്കെ മറക്കും ഞാൻ.
നമ്മുടെ കയ്യിൽ നിന്ന് ഇടും. അത് ഇവർക്ക് പറ്റൂല. അപ്പൊ ചിലതൊക്കെ പിന്നെ പറയാം അത് മതി ഇങ്ങനെന്ന് പറയും. ചിലപ്പോ അത് തന്നെ ശരിയാവും. മെയിൻ ആയിട്ടുള്ള സംഭവം ഇതാണ്. ഒന്ന് ഷെബി ക്യാമറ ഓൺ ആക്കുമ്പോഴേക്കും ഡയലോഗ് പറയും. അപ്പൊ ഷെബി പറയും ക്യാമറ ഓൺ ആക്കിയിട്ട് പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ ക്യാമറ ഓൺ ആക്കണവരെ വെയിറ്റ് ചെയ്യും. ഓൺ ആക്കിയിട്ട് ഷെബി റെഡി പറയുമ്പോ ഞാൻ ഡയലോഗ് മറന്നു, ഡയലോഗ് എന്താന്ന് ചോദിക്കും. പിന്നെ ചിലപ്പോ ടോണൊക്കെ ഡിഫറെന്റ് ഉണ്ടാവും. ചിലപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ പറയും. അപ്പൊ ഞാൻ പറയാം അങ്ങനെ വേണ്ട അമ്മയായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴാണ് പിന്നെ ആള് കൂളായിട്ട്. ഡയലോഗ് ഭയങ്കര പാടും. ഇപ്പൊ അമ്മേനെ മൂവീസിലൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അമ്മ മാത്രം മതിയല്ലേ, അപ്പൊ ഞാൻ മറ്റേ അമ്പിളിയിലെ സബിന്റെ പോലെ പൊക്കോ ഞാൻ വരാന്ന് പറയണത്. അവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അവസാനം ഞാൻ വരേണ്ടി വരും, ഡയലോഗൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ പറയുന്നൊക്കെ പറയും. ഇപ്പൊ പറഞ്ഞില്ലേ ഒരുപാട് സമയം എടുക്കാറുണ്ടെന്ന് ചില, അതുപോലെ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ഷൂട്ട് ചെയ്ത റീൽ ഏതാ? പ്രാങ്ക് ചെയ്തത്. പ്രാങ്ക് ക്യൂവിന്റെ പക്ഷെ അത് പ്രാങ്ക് ക്യൂവിന് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതല്ല. ഞാൻ അമ്മേനെ ശരിക്കും പ്രാങ്ക് ചെയ്യാനും പിന്നെ എന്റെ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഷൂട്ട് ചെയ്തത്. ഇപ്പൊ എന്റെ UK എനിക്കൊരു 21 വണ്ടി ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. അതിന്റെ കുറച്ച് ബുക്കും പേപ്പറൊക്കെ മാത്രമാണ്. ഈ നമ്മൾ ഈ ജോസ് തിയേറ്റർ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങളുടേതായിരുന്നു. ഞങ്ങളത് പിന്നെ കൊടുത്തില്ലേ അത് ഞാൻ പോസ്റ്റ് ചെയ്യണേന് ഇവർ രണ്ടുപേരും ഭയങ്കര എതിരായിരുന്നു. അത് കാരണം എന്താ വെച്ചാല് നമ്മളതൊരു ഫണ്ടിന് ചെയ്തതാണ്. പിന്നെ അതിലത്തെ കോമഡി വർക്ക്ഔട്ട് ആവണമെങ്കിൽ കൂടുതലും നമ്മൾ അറിയണം, നമ്മളെ പേഴ്സണലി അറിയണം. ഞങ്ങൾ പറയുന്നത് തള്ളാണ് നോണയാണെന്ന് അറിയണല്ലോ. അപ്പൊ ഷെബി പറയാ അത് വർക്കാവില്ല വെറുതെ ഇത് ഇടണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനത് പക്ഷെ ഞാൻ കുറെ കണ്ട് കുറെ ചിരിച്ചു, ഞങ്ങളൊക്കെ കുറെ ചിരിച്ചു. അപ്പൊ ഞാൻ കുഴപ്പമില്ല ഇട്ട് നോക്കാന്ന് പറഞ്ഞിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്തി വീഡിയോ ആണ്. 11-12 മിനിറ്റ് ഉണ്ട്, അതിൽ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. ആൾക്കാർക്ക് മനസ്സിലായോ നിങ്ങൾ പറയുന്ന കോമഡി എന്തേലും? തള്ളാന്ന് മനസ്സിലായി. അത് ഞങ്ങളുടെ പറയുന്ന രീതിയിലാണോ കൂടുതലും അമ്മയുടെ ഡയലോഗിൽ നിന്നാണ് അത് എല്ലാവർക്കും. അമ്മയുടെ ഡയലോഗ് അതിൽ അത് മാത്രമേ ഫണ്ണി ഉള്ളൂ. അമ്മയുടെ റിയാക്ഷൻസ് ആണ് അതിലും ഫണ്ണി ആയിട്ടുള്ളത്. അതിലിപ്പോ ഷെബി പറയുന്നുണ്ട് എനിക്ക് ലണ്ടനിൽ 21 വണ്ടി ഉണ്ട്. അത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഷെബി പറഞ്ഞതാണ്. അത് ആ സമയത്ത് വലിയൊരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരാൾക്ക് ലണ്ടനിൽ 21 വണ്ടി ഉണ്ട്, അതൊരാൾ എക്സ്പോസ് ചെയ്യുന്നു അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഷെബി വെറുതെ ഫണ്ടിന് ലണ്ടനിൽ എനിക്ക് 21 വണ്ടിന്റെ അപ്പൊ വർക്ക്ഷോപ്പ് ആവും 21 വണ്ടിയൊക്കെ. ഏറ്റവും വൈറലായത് എനിക്ക് തോന്നുന്നു 1-2 സ്പെഷ്യൽ വീഡിയോസ് ഉണ്ട്. ഒന്ന് കുലസ്ത്രീ അല്ലേ? എവിടെയാ താമസം? ഞാൻ എന്റെ ഭർത്താവിന്റെ കാലിന്റെ അടിയിൽ. അയ്യോ എനിക്ക് പോവാൻ സമയമായി. ഇല്ല നമ്മുടെ ടൈം ആയിട്ടില്ലല്ലോ. അയ്യോ ഇല്ല എനിക്ക് എന്റെ ഭർത്താവിന്റെ കാലി വീഴാൻ സമയമായി. അവന്റെ കാലി വീഴണോ? വേണ്ടേ? അതിനേക്കാളും കൂടുതൽ വ്യൂസ് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വ്യൂസ് പോയത് LDF-ന് 1 വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയുടെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് പോയത്. പിന്നെ പോയത് ബിഗ് ബോസിന്റെ കോണ്ടന്റില് ഹോമോഫോബിക് ആയിട്ടുള്ള അതിന്റെ ഒരു കോണ്ടന്റും വ്യൂസ് പോയി. ചിലതൊക്കെ ഓൺ ദ സ്പോട്ട് ഉണ്ടാവും. അപ്പൊ അതിലൊരു 1 മില്യൺ അബൌണ്ട് പോയിട്ടുള്ള ഒരു മീൻകറിയുടെ വീഡിയോ ഉണ്ട്. മീൻകറിയിൽ വെള്ളം കൂടിയത്. അത് ശരിക്കും ഞാനന്ന് മീൻകറി വെച്ചപ്പോൾ വെള്ളം കൂടിപ്പോയി. ഷെബി വന്ന് ചോദിച്ചത് എന്തോരം വെള്ളമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കടലിൽ നിന്ന് പിടിക്കാൻ മീന് പിടിക്കാത്ര കുഴപ്പമില്ല, എന്നിട്ടാണ് കൂട്ടാനിലെ വെള്ളം എന്ന് പറഞ്ഞപ്പോ ഷെബി കുറെ ചിരിച്ചേ. അപ്പൊ തന്നെ ക്യാമറ കൊണ്ടുവച്ച് അതേ ഡ്രസ്സിൽ അത് ചെയ്തു. മീൻകറി മൊത്തം വെള്ളമാണല്ലോ. ഇത്രയും ബോധം കടലിൽ നിന്ന് മീൻ പിടിക്കാൻ വലിയ പാടില്ല, എന്നിട്ടാണ് ഈ ചാറിന് കഷ്ണം പിടിക്കാൻ. പക്ഷെ അത് അത്രയും വ്യൂ ഒന്നും പോകുന്നു നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ റിസപ്ഷൻ കിട്ടിയത് ഈ കുലസ്ത്രീ തയ്ക്കപ്പെട്ട സുന്ദരിക്കാണ്. ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന ആ വീഡിയോ. അതില് ഐശ്വര്യയുടെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ലാസ്റ്റ് ഒരു ചിരിയില്ലേ, അറിയാണ്ട് വന്ന ചിരിയാണ്. എവിടെയാ താമസിക്കുന്നത്? ഭർത്താവിന്റെ കാലിന്റെ ചോട്ടില്. അതൊക്കെ എങ്ങനെയാണ് ആ ഒരു? അതൊക്കെ അതിനൊന്നും വേറെ സ്ക്രിപ്റ്റ് ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഓൺ ദ സ്പോട്ട് ഞങ്ങൾ തന്നെ പറഞ്ഞ് അത് സ്വാസിക അത് സ്റ്റോറി ഇട്ടിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി. കാരണം ആ പേഴ്സൺ അതൊരു ഹേർട്ട് ആയിട്ട് ഫീൽ ആയതുകൊണ്ടാണല്ലോ. ഷീ എൻജോയ്ഡ് ദ കോണ്ടന്റ് ആൻഡ് ഷീ ഈസ് ഓൾസോ വെരി കൂൾ ഐ ഗെസ്. ആ മാല അത് എന്ത് മാലയാണത്? അത് അമ്മയുടെ കൃഷ്ണന്റെ മാലയാ. അപ്പൊ ഞാൻ ഇപ്പോൾ ടാസ്ക് തരട്ടെ. എന്നോടൊരു കുലസ്ത്രീ ആയിട്ട് ഒരു 2 മിനിറ്റ് അടുത്തേക്ക് സംസാരിക്കണം. സംസാരിക്കുന്നില്ല ഞാൻ സംസാരിക്കപ്പോ. കല്യാണം കഴിഞ്ഞിരുന്നോ ജികളുടെ? കല്യാണം കഴിഞ്ഞതാ. കല്യാണം കഴിഞ്ഞാ? പക്ഷെ കണ്ടാ തോന്നില്ല. എന്താ കുങ്കുമൊന്നും തൊടാത്തെ? അത് എനിക്ക് താല്പര്യമില്ല. അപ്പൊ താലി ഒന്നും ഇടണ്ട? താലി എനിക്ക് താല്പര്യം, മാലയെ ഇഷ്ടമല്ല. അപ്പൊ കല്യാണം കഴിയണേക്കാളും മുന്നേ അത് ആലോചിച്ചില്ലേ? കാരണം എന്താ വെച്ചാൽ ഭർത്താവിന്റെ നല്ലതായിട്ടുള്ള ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ താലി ഇടുന്നത്, അല്ലെങ്കിൽ കുങ്കുമം ഇടുന്നത്. പിന്നെ കുങ്കുമം നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ തരും. ഇതിനൊക്കെ ഭയങ്കര സയൻസ് ഉണ്ട് ഇതിന്റെ ബിഹൈൻഡില്. അപ്പൊ ഈ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാർക്ക് കൂളിംഗ് അങ്ങനെ നമ്മുടെ പാരമ്പര്യ ഒരു ട്രഡീഷനും ഉണ്ടല്ലോ. ഇപ്പൊ അവിടെ തന്നെ എന്തോരം ഇംഗ്ലീഷ് പെണ്ണുങ്ങളാണ് ഇവിടെ വന്നിട്ട് സാരി എടുത്തിട്ട് പിന്നെ കുങ്കുമൊക്കെ തൊടുന്നല്ലേ. ഇവിടുന്ന് എന്തോരം കുങ്കുമം കയറ്റി അയക്കുന്നുണ്ടെന്നറിയോ?
ഇതിനൊക്കെ ഇപ്പൊ നല്ല സംഭവം കേട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇതിന്റെ മഹത്വം മനസ്സിലായി തുടങ്ങി. നമ്മുടെ ഭർത്താവിന്റെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അത് നമ്മളിവിടെ അത് ഓരോ പുതിയ ആൾക്കാരുടെ തലമുറ വെച്ചിട്ട് അത് ചെയ്യാണ്ടിരിക്കുമ്പോ ആർക്കാ നഷ്ടം വരുന്നത്? നമുക്കാ നഷ്ടം വരുന്നത്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഈ താലി ഇട്ടിട്ടും പെട്ടെന്ന് മരിച്ചു പോകുന്ന ഹസ്ബൻഡ്സ് ഇല്ലേ, അപ്പൊ അത് എന്താ? അത് നല്ലൊരു ദൈവം നേരത്തെ വിളിക്കും. അതുകൊണ്ട് അപ്പൊ എന്താണ് നല്ലൊരു മനുഷ്യനെ നിങ്ങൾക്ക് ഭർത്താവായി കിട്ടിയത്, അതുകൊണ്ട് ആളെ നേരത്തെ വിളിച്ചു. അപ്പൊ ആ നല്ലൊരു ഭർത്താവിന്റെ ഭാര്യയായി ഇരിക്കാൻ പറ്റിയില്ലേ കുറച്ച് നാള്, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പൊ ദീർഘസുമംഗലി ആവണമെങ്കിൽ ചീത്ത ഹസ്ബൻഡിനെ തപ്പി കണ്ടുപിടിക്കണായിരിക്കും അല്ലേ? അല്ല, ചീത്ത ഹസ്ബൻഡിനെ നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ കിട്ടും. നമ്മൾ വേണം അവരെ നന്നാക്കി എടുക്കാൻ. ഈ ആൺകുട്ടികൾക്ക് പല കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവുമില്ല. അവര് ജനിച്ച് വളരുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഭയങ്കര വ്യത്യാസമാണ്. അവിടെയാണ് നമ്മൾ വരിക. നമ്മൾ അവരൊക്കെ ഒരു അമ്മയായിരിക്കണം, ഒരു കൂട്ടുകാരി ആയിരിക്കണം, ഒരു ഭാര്യ ആയിരിക്കണം, അനിയത്തി ആയിരിക്കണം, വേലക്കാരി ആയിരിക്കണം, എല്ലാം ആയിരിക്കണം. അപ്പൊ ഏത് ചീത്ത മനുഷ്യനെ നമുക്ക് നന്നാക്കാൻ പറ്റും? ഒരു ചീത്ത മനുഷ്യൻ നടക്കുന്നുണ്ടെങ്കിൽ അയാളെ ഭാര്യനെ കൊള്ളാത്തോണ്ടാന്നേ ഞാൻ പറയുള്ളൂ. ഭാര്യ ഇല്ലാത്തവരോ? ഭാര്യ വരണം. ഏതെങ്കിലും ഒരു പെണ്ണിനെ അയാളെ നന്നാക്കി കൂടെ? എത്രയോ ചീത്തയായി നടക്കുന്ന മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. എന്തോരം പെണ്ണുങ്ങൾ മനസ്സ് വെച്ചാൽ അവർക്കൊക്കെ ഒരു ജീവിതം കൊടുക്കാൻ പറ്റും. പെൺകുട്ടികളുടെ പ്രശ്നമാണ് അതൊക്കെ. എല്ലാം പെൺകുട്ടികളുടെ പ്രശ്നം. കൊള്ളാട്ടോ, അടിപൊളി. ഞാൻ ഒരു ദിവസത്തേക്ക് ചിന്തിച്ചു ഇനി ഐശ്വര്യ ഇങ്ങനെ തന്നെയാണോ, അത്രയ്ക്ക് നാച്ചുറൽ ആയിരുന്നു. ഈ അമ്മ എങ്ങനെയാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ? അമ്മയ്ക്ക് അറിയാം, പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് നല്ലോണം അറിയാം. പക്ഷെ അമ്മയുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അമ്മ ചിലതൊന്നും അങ്ങോട്ട് കണ്ടില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അമ്മ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഒരാളുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അമ്മ ഇതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. ലെറ്റ് ഹർ ഡു ദാറ്റ് എന്നുള്ളതാണ്. ഞാൻ ഇനി ഒരു ടാസ്ക് കൊടുത്തരട്ടെ. നിങ്ങൾ സാധാരണ ചെയ്യുന്ന വീഡിയോസ് പോലെ ഉള്ള ഒരു സ്കിറ്റ് ലൈവായിട്ട് ചെയ്യണം. റെഡിയാണോ? എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്റർവ്യൂ തന്നെ ചെയ്യാം. ഓഹോ ശരി, എനിക്കിട്ടാ പണിയില്ലേ? നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ. അയ്യപ്പ ഗോൾഡ് ഇൻ അസോസിയേഷൻ വിത്ത് പോറ്റി ബ്രാൻഡ്സ് അവതരിപ്പിക്കുന്ന എന്റെ തല എന്റെ ഫുൾ ഫിഗർ ഷോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എടാ സുഖാണോടാ നിനക്ക്? എത്ര നാളായി കണ്ടിട്ട്? സുഖാണോ? അപ്പൊ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ബന്ധമില്ലാത്ത കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്റെ ഓർണമെന്റ്സ് നല്ല ഭംഗിയുണ്ടോ? ഇത് അയ്യപ്പ ഗോൾസിന്നാണ്. നിങ്ങൾ കൊടുക്കില്ലേ? മേടിക്കില്ലേ? എന്തായാലും മേടിക്കണം. കൊടുക്കണ്ടോ? വെറുതെ കൊടുക്കണ്ടോ? ആ കാശിന് കൊടുക്കും. വേണ്ട. നമ്മൾ ഇന്ന് ഇവിടെ സിനിമാ വിശേഷത്തിനാണല്ലേ വന്നിട്ടുള്ളത്. സിനിമയുടെ പേരെന്താണ്? ഏട്ടൻ ഉറങ്ങാത്ത വീട്. ആരതിലെ ഏട്ടൻ? ഞാൻ തന്നെയാണ്, ഇതെന്റെ അമ്മ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സിനിമാ വിശേഷത്തിലോട്ട് നേരെ പോവാം. ആദ്യത്തെ ചോദ്യം, ഈ അടുത്ത് ബ്രേക്കപ്പ് ആയല്ലോ, എന്ത് പറ്റി? അല്ല, അത് ഈ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കാരണമാണോ? അല്ല, ഫിലിം റിലേറ്റഡ് ആയിട്ട് ഫിനാൻഷ്യലി ആ പെൺകുട്ടി ഒരു ബാധ്യതയായി തോന്നിയോ? അല്ല ഞാൻ ഒന്ന് പറയട്ടെ, അത് പേഴ്സണൽ ആണ്, അത് എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. ഇന്റർവ്യൂവിനല്ലേ വന്നത്? ഇതാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. പുറത്തുകൂടെ പറയാൻ പറ്റാത്ത കാര്യമാണല്ലേ. അപ്പൊ അമ്മോടാണ് എന്റെ ചോദ്യം. അമ്മോട് എന്റെ ഒരു നല്ല ചോദ്യം ഉണ്ട്. ഈ കൊച്ചിയിൽ ഈ അടുത്ത് ഫ്ലാറ്റ് വാങ്ങിയോ? വാങ്ങി. എന്ത് പറ്റി? മക്കളായിട്ട് തല്ലൂടിയോ? മക്കളായിട്ട് തല്ലുടിയിട്ടൊന്നുമില്ല, എൻ്റെ കയ്യിൽ കുറെ കാശുണ്ട്, അപ്പൊ ഞാൻ മേടിച്ചു. ഇതല്ലേ സ്വഭാവം, മക്കളായിട്ട് തല്ലൂടിയായിരിക്കും. സിനിമയുടെ വിശേഷം, ലൊക്കേഷന്റെ വിശേഷം എങ്ങനെയുണ്ടായിരുന്നു? ആ ലൊക്കേഷൻ ഭയങ്കര ഫണ്ണി ആയിരുന്നു. നമ്മള് ഫുൾ ഒരു കോമഡി ജോണർ മൂവി ആയതുകൊണ്ട് തന്നെ അതും ഒരു ഫ്ലാറ്റിൽ തന്നെ നമ്മൾ ഷൂട്ട്. കോമഡി സിനിമയാണ് ഗൈസ് നമുക്ക് വരാൻ പോകുന്നത്. ഭയങ്കര കോമഡി. ഇവര് കോമഡി എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര കോമഡി ആയി തോന്നി. ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ മെയിനിൽ എവിടെയാണ്? ഈ മൂവിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റിനകത്താണ്. ഫ്ലാറ്റോ? ഫ്ലാറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങും. ഞാൻ ഇത്രയും നിലയിൽ എത്താൻ തന്നെ കാരണം എൻ്റെ ഹസ്ബൻഡാണ്. പോവാണോ? അല്ല, എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. വേണ്ട, ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞാൽ മതി. ഒരു ഇഷ്യൂവിനെ പറ്റി നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അങ്ങനെയൊക്കെ നിങ്ങൾ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഞാനമ്മ എന്നും ഫൈറ്റ് വേണമെന്നൊന്നുമില്ല, ഞങ്ങൾക്ക് ഷെഡ്യൂൾഡ് ഫൈറ്റ് ഒക്കെ ഉണ്ട്. വിളിക്കും ഇന്ന് എന്താ, ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ഷെഡ്യൂൾഡ് ഫൈറ്റ്. ഷെഡ്യൂൾഡ് ഫൈറ്റ് ആഴ്ചയിൽ ഒരിക്കൽ. പിന്നെ നല്ല ഹാപ്പി ആയിട്ട് എവിടെയെങ്കിലും പോയി വന്ന് വീട്ടിൽ തിരിച്ചു വന്നാൽ ഞാൻ കുറച്ച് ഷെഡ്യൂൾഡ് ഫൈറ്റൊക്കെ ഉണ്ട്. പിന്നെ അമ്മ ഭയങ്കര സീരിയസ് ആയിട്ട് തല്ലുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറയും. അപ്പൊ ഏത് സിനിമയ്ക്കാ പോണ്? അപ്പൊ ശരി,
സിനിമ കാണാൻ ഇഷ്ടാ? ഓ ഭയങ്കര ഇഷ്ടമാണ്. ഓ, ആരാ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. എല്ലാവരും ഇഷ്ടാ. എല്ലാവരും സാരില്ല, അത്ര സെലിബ്രിറ്റി ഇല്ല പറഞ്ഞു. അതിപ്പോ ഒഫീഷ്യലി പറയാലോ മോഹൻലാലിന്. ആ, എനിക്ക് മിക്ക അമ്മമാർക്കും ഇഷ്ടം മോഹൻലാൽ. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം മോഹൻലാൽ. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ട മൂവി ഏതാ? ദശരഥം, ആ. ഭരതം, അമ്മക്ക് അങ്ങനെ ഇങ്ങനെ ഇന്ന ജോണറൊന്നുമില്ല. എല്ലാ ഭാഷയിലത്തെ സിനിമയും കാണും. ഷെബി വന്നിട്ട് എല്ലാ OTT എടുത്തിട്ടുണ്ട്. അത് മാക്സിമം യൂസ് ആണ്. അമ്മ ഫുൾ ടൈം സീരീസ്, കൊറിയൻ ഡ്രാമാസ് ആണെങ്കിൽ അത്, സ്പാനിഷ്, എന്ത് വേണേലും കാണും. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഇട്ടിട്ടോ കാര്യങ്ങളൊക്കെ കാണും. പിന്നെ അമ്മയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു മൂവി ഇൻഡസ്ട്രീസിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് അമ്മ. അമ്മ ഏത് പൊട്ട സിനിമയാണെങ്കിലും ഒരു നന്മ കണ്ടുപിടിക്കായിട്ട് ആ സിനിമ അവർ ഷൂട്ട് ചെയ്ത കാരണം എന്തൊരു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റിയത്, അങ്ങനെയൊക്കെ പറയും. എന്തെങ്കിലും ഒരു നന്മയിൽ കണ്ടുപിടിച്ചിട്ട് അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഞാൻ അമ്മോട് പറയും, അതായത് എന്താ പറയാ, സിനിമാക്കാരുടെ കിനാശേരിയാണ് എൻ്റെ അമ്മ. ഇപ്പൊ എപ്പോഴെങ്കിലും സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി ഇങ്ങനെ റിയാക്ട് ചെയ്താൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അത് ബാധിക്കും, പേജിനെ ബാധിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ഫിയർ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇപ്പം നെഗറ്റീവ് കോമെന്റ്സോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും നമുക്കത് വരും എന്നുള്ളത് എന്തായാലും അറിയാം. പിന്നെ നമ്മൾ ഒബ്വിയസ്ലി ഒരു സോഷ്യലി റെലവെന്റ് കാര്യമായിരിക്കും ചർച്ച ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും എന്താണെന്നുള്ളത്. സോ അതിനോട് യോജിക്കുന്നവർക്ക് അത് അഭിപ്രായം പറയാം, ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഓക്കെ നെഗറ്റീവ് കോമെന്റ്സ്. നെഗറ്റീവ് അഭിപ്രായം ആശയങ്ങളോടാണ് നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു എതിർപ്പ് എന്നുള്ള രീതിയിലുള്ള കോമെന്റ്സ് ഒക്കെ നമ്മൾ അവിടെ തന്നെ വെക്കാറുണ്ട് ഒരു ചർച്ചയായിട്ട് പോകാനായിട്ട്. വളരെ മോശമായിട്ടോ വൾഗറായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് റിമൂവ് ചെയ്യാറുള്ളത്. നമ്മൾ കോണ്ടന്റ് ചെയ്യുമ്പോഴായാലും വി ഓൾവേസ് മേക്ക് ഷുവർ നമ്മൾ ഐഡിയോളജീനെയാണ് അവിടെ കളിയാക്കുന്ന, ആ വ്യക്തിനെ അല്ല എന്നുള്ളത് എപ്പോഴും വിൽ മേക്ക് ഷുവർ. അവരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്തും ഫാമിലിയോ അതിനൊന്നും നമ്മൾ വലിച്ചഴിക്കാറില്ല. നമ്മൾ എപ്പോഴും വ്യക്തി പറഞ്ഞ കാര്യത്തെ ആശയത്തെയാണ് എതിർക്കുക. പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് നെഗറ്റീവ് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിളിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അതൊക്കെ കുറേയൊക്കെ കമന്റ് ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതായത് തീരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാറ്റും. അല്ലാത്തതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിബേറ്റ്, അത് ഞങ്ങളെക്കാട്ടും കൂടുതൽ അത് എൻജോയ് ചെയ്യുന്നത് കോമന്റ് സെക്ഷനിലുള്ള ബാക്കി ആൾക്കാരാണ്. അതായത് സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉള്ളവരും ഒന്നിച്ച് വന്നിട്ട് അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ചാനൽസും വളരെ കുറവാന്ന് തോന്നുന്നു. ഇൻസ്റ്റഗ്രാമിൽ അത് വളരെ കുറവാണ്, അല്ലെങ്കിൽ അത് നേരിട്ട് ഇങ്ങനെ പറയുന്നതാണ്. സെറ്റയറായിട്ട് സർക്കാസ്റ്റിക് ആയിട്ടും ചെയ്യുന്നത് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ആൾക്കാർക്ക് എത്തുന്നൊന്നും ആദ്യം പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതുപോലെ എന്തെങ്കിലും കോമന്റ്സ് ഒക്കെ വന്നു, അതായത് ഇപ്പൊ ഞാൻ നാട്ടിലുള്ളപ്പോൾ തന്നെ ഷെബിൻ പുറത്ത് ലണ്ടനിലായിരുന്നു. അപ്പൊ ഷെബി അവിടെ നിന്ന് എന്നോട് പറയും എന്തെങ്കിലും, കാരണം ഞാനൊരു ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്, ഇപ്പോഴും അതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറേ തിയറീസ് ആയാലും ഫിലോസഫീസ് ആയാലും എനിക്ക് അതൊക്കെ വളരെ പരിചയമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സൊസൈറ്റിയിൽ എന്തെങ്കിലും ഹാപ്പൻ ചെയ്യുമ്പോൾ ഐ ഹാവ് എ വെരി ഡിഫറെന്റ് ആംഗിൾ, ഒരു കോമൺ ആയിട്ടുള്ള ആംഗിളിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അപ്പൊ അതൊക്കെ ഞാൻ ഷെബിയോട് പറയുമ്പോൾ ഷെബി പറയും, നല്ലോണം ഡിസ്കസ് ചെയ്യും. അപ്പം ഞാൻ പറയാറുണ്ട് ലെറ്റ്സ് ഡു ദിസ്, ഒരു കോണ്ടന്റ് ക്രിയേഷൻ അതുപോലെ നീ അത് പുറത്ത് ചെയ്യുന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഷെബിയോട് പറയുന്ന കാര്യമാണ്, ഇതിന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ചെയ്യുന്ന കാര്യത്തിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് വരുന്ന അറ്റാക്കും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ ഒരു മെന്റൽ ഹെൽത്തും നമുക്ക് വേണം. തീർച്ചയായും. ഇപ്പൊ ഞാൻ എപ്പോഴും ഞങ്ങളോട് ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് വേറൊരു പ്രൊഫഷൻ ഉണ്ട്, അതിൽ നിന്ന് വന്നിട്ട് ഈ കോണ്ടന്റ് ക്രിയേഷനും ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്നു. ബാക്കിയുള്ള ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നവരെ മൈൻഡ് ആക്കാണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് മുന്നുണ്ടായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സും ഇൻസ്റ്റഗ്രാം യൂസേഴ്സ് ആയിട്ടായാലും സെലിബ്രിറ്റീസ് ആയാലും ഇതിനുള്ളൊരു വഴി നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അവരെ ഇഷ്ടം പോലെ ബുള്ളി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവര് അതിൽ വളരെ മെന്റൽ ഹെൽത്ത് ഒക്കെ നല്ലോണം സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ, ഇതൊക്കെ സ്വീകരിക്കാൻ, നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാതെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേ കോണ്ടന്റ് ക്രിയേഷന് ഞാൻ റെഡി ആവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് ഷെബിൻ കൂടെ ഉണ്ട്, അമ്മയുണ്ട്, അപ്പൊ പിന്നെ എന്ത് വന്നാലും ഞാൻ നേരിടുന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇൻകറക്റ്റ് ആയി പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐശ്വര്യ ഇങ്ങനെ ശ്രമിക്കാറ്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം വന്നേക്കാമോ, അങ്ങനെ ഡൗട്ട് എപ്പോഴും വന്നിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ നിലവിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഒരു ഡയലോഗ് എഴുതുമ്പോഴും നമ്മളെപ്പോഴും അതിന്റെ എല്ലാ സൈഡിലും ചിന്തിക്കും, ഇത് ആരെങ്കിലും പേഴ്സണലി ഹേർട്ട് ചെയ്യോ, ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റീനെ ഹേർട്ട് ചെയ്യോ എന്നുള്ളത് എല്ലാ തരത്തിൽ നിന്നും ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്ന കാരണമാണ് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാത്തത്. പക്ഷെ നാളെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരാണെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അക്നോളേജ് ചെയ്യുക, തിരുത്തുക എന്നുള്ളതാണ്
ചെയ്യാന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. അവിടെ പിന്നെ വേറെ ഈഗോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് സീരിയസ് ആയി പോയോ അല്ലേ? അമ്മ പറയും അമ്മ കുറച്ച് ബോറടിച്ചിരിക്കുന്നു. എപ്പോഴെങ്കിലും ഇവരോട് ഇങ്ങോട്ട് ഇന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് ചെയ്യാം ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇവരുടെ ഐഡിയ നമ്മൾ ചെയ്യുന്നു. ഇവരെന്നെ എന്നും എന്റെ പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡി ആയി കഴിഞ്ഞ് വന്നാൽ ഞാൻ പറയാം കുളിച്ചിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കോ അങ്ങനെ പറയും. എടുക്കാൻ പോണേന് കുളിക്കാൻ പോകുന്ന ആദ്യത്തെ അമ്മയായിരിക്കും. അമ്മ റീല് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കുളിക്കാൻ റെഡി ആയി പോകും. അതുപോലെ തന്നെ ജിമ്മില് പോണെങ്കിൽ അമ്മ കുളിച്ചിട്ടാ വരിക. ജിമ്മിൽ പോവും. ജിമ്മിൽ പോകും. കുറച്ച് നാളായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. മുട്ടി നല്ല ഡിഫറൻസ് ഉണ്ട്. അത് കാരണം കൊണ്ടുപോണത്. അപ്പൊ ഞാൻ അവിടുത്തെ ട്രെയിനറോട് പറയും, ഇവിടെ കുളിച്ചിട്ട് ജിമ്മിൽ വരുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ട്രെയിനർ പറയും, നീ മാത്രമേ കുളിക്കാത്ത, ഞങ്ങളെ കുളിച്ചിട്ട് വരും. അയ്യോ, പക്ഷെ ഞാൻ ജിമ്മിൽ പോകുമ്പോ കുളിച്ചിട്ട് പോകുന്ന ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. കാരണം എന്തായാലും പിന്നെ തിരിച്ചൊന്നും വന്നിട്ട് വീണ്ടും കുളിക്കണം. വെള്ളം വെറുതെ വേസ്റ്റ് ആക്കി. അമ്മ അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാനേക്കാളും മുന്നേ അമ്മ വേഗം കുളിച്ച് വരും. അപ്പൊ ദിവസം എത്ര തവണ കുളിക്കും? രാവിലെ കുളിക്കണില്ലെന്ന് കുളിക്കില്ലെന്ന് മടിയായിട്ട് ഇരിക്കാന്ന് പറയുന്ന ദിവസം ഒരു ഷൂട്ടിങ്ങിൽ വിളിച്ചാൽ കൂട്ടാക്കൂലേ? അന്ന് ഷൂട്ടിന് വരില്ല. ഇന്ന് ഞാൻ ഇല്ല അറിയും. അത് ശരി. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിർബന്ധം പറയും ഇന്ന് തന്നെ എടുക്കണം എന്നൊക്കെ പറയണെന്ന് വെച്ചാൽ എന്നാ ശരി ഞാൻ പോയി കുളിക്കട്ടെ എന്നിട്ട് പോയി കുളിച്ചു വരും. അപ്പോഴേക്കും ലൈറ്റിംഗ് പോയി ഉണ്ടാവും. ഷൂട്ട് ക്യാൻസൽ. ശരി. നിങ്ങളുടെ കൂടെ ഷൂട്ട് ചെയ്യണ സമയത്ത് ഏറ്റവും മടി പിടിക്കുന്നത് ആരാ ശരിക്കും? ഞാൻ തന്നെ എന്നൊക്കെ. അത് ഞാൻ തന്നെ. ഞാൻ തന്നെയാണ് ചാനലിന്റെ ഫേസ്. ഞാൻ തന്നെയാണ് മെയിൻ. ഞാൻ തന്നെയാണ് മടിച്ചത്. എന്താ മടി? എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാ. സ്റ്റാർട്ടിങ് ട്രബിളാണ്. ആദ്യം മറ്റേ അങ്ങനെ ഇങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. ഷെബി ലൈറ്റ് വെക്കി, ഷെബി ഫോൺ. എല്ലാവരും എല്ലാതും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഞാൻ വരാം എന്തൊക്കെ ശരിയാക്കി. അത് ശരി. പക്ഷെ അമ്മ അങ്ങനെയല്ല. അമ്മ ഷെബി സ്റ്റാൻഡ് വെക്കുന്നു കാണുമ്പോഴേക്കും അമ്മ റെഡിയായി അമ്മ കുളിക്കാൻ പോകും. കുളിച്ച് റെഡിയായി ഉണ്ടാവും. പക്ഷെ ചോദിക്കും എന്നിട്ട് സാധാരണ വേഷമാണോ എന്താന്ന് ചോദിക്കും. അപ്പൊ ഇവര് പറയുമ്പോ അപ്പൊ തന്നെ പോയി റെഡി ആയി വരും. റെഡിയാവും. ഓ, വേഷം കോണ്ടന്റിനനുസരിച്ചുള്ള വേഷമൊക്കെ ഇടാൻ നമ്മൾ റെഡിയാണല്ലേ? പിന്നെ രാവിലെ എണീച്ചിട്ട് എന്നോട് പറയും, നീ ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം, എന്നാലേ ഞാൻ ഷൂട്ടിന് വരുള്ളൂ. ബ്ലാക്ക് മെയിൽ നല്ലോണം ഉണ്ട്. എന്ത് കാര്യം? അടുക്കളപ്പണി ശരിക്കും ഉണ്ടാവും. എന്തൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഷൂട്ടിന് വേണ്ടി? ഒക്കെ ഒതുക്കി വെക്കല്. ഇവര് പുസ്തകവും സാധനങ്ങളും സ്റ്റാൻഡ് ഇതുപോലൊക്കെ അങ്ങനെയൊക്കെ വലിച്ചു വരിയിട്ടുണ്ടാവും. അപ്പൊ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. സാധനങ്ങൾ എടുത്തോ പിന്നെ അത് എടുത്തോടത്ത് കൊണ്ടുവന്ന് വെച്ചോളണമെന്നാണ്. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറയും. അപ്പൊ ഇവർ ചെയ്യുവോ? ചെയ്യും. കോണ്ടന്റിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ആവശ്യമായി പോയി. ഏതെങ്കിലും കോണ്ടന്റ് റീച്ച് ആയില്ല, അധികം നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത അത്രയും റീച്ച് വന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആളാരാ? അത് അച്ഛൻ തന്നെയായിരിക്കും. നമുക്ക് ചെറിയൊരു എക്സ്പെക്ടേഷനേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഫോളോവർ കൗണ്ട് ഉണ്ടാവും, ആ കൗണ്ടിന് അത്രയെങ്കിലും നമുക്ക് വ്യൂസ് വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ. സോഫാർ അത് സാറ്റിസ്ഫൈ ചെയ്ത് പോയിട്ടുണ്ട്. അടുത്ത ഒരു ലെവലിലേക്ക് നമ്മുടെ ചാനലിനെ ഉയർത്തണം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ചിന്തിച്ചിട്ടില്ല. സത്യം അവിടെ നിന്ന് വന്നു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മേനെ വലിയൊരു സിനിമയിൽ കണ്ടിട്ടെങ്കിൽ കണ്ടടക്കണം. അമ്മയ്ക്കൊരു ഓസ്കാർ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ബേസിക്കലി ശ്രീലങ്കയിലാണ് മോൺ ആൻഡ് ബോട്ട്. അപ്പൊ അവിടുന്ന് പിന്നീടാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പോ പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജ് ആകുമ്പോൾ പഠിപ്പിക്കുക, കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളതാണ്. ഇവർ 5 പേരും പഠിച്ചിട്ടുണ്ട്. അപ്പോ എന്റെ വലിയമ്മയും അമ്മയൊക്കെ പറയും, ഞങ്ങൾ അന്ന് കല്യാണം കഴിച്ചിരുന്നില്ലെങ്കിൽ ഒരാൾ ഇന്ന് മന്ത്രി, ഒരാൾ വക്കീൽ, ഒരാൾ ഡോക്ടർ, അങ്ങനെയൊക്കെ ആയേന് എന്നുള്ളത്. അപ്പോ ഇപ്പൊ ക്യാമറ വയ്ക്കുമ്പോഴാണ് എനിക്ക് തന്നെ തോന്നുന്നത് എന്റെ അമ്മയുടെ എന്തോരം കഴിവാന്നിട്ട്. ഞാൻ എന്റെ അച്ഛനിപ്പ ഇല്ല. അപ്പൊ ഞാൻ എന്നാലും അച്ഛന്റെ ഫോട്ടോ നോക്കി പറയും, അച്ഛൻ എന്താണ് എന്റെ അമ്മയുടെ കഴിവൊന്നും പുറത്തെടുക്കാഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാറുണ്ട്. അമ്മയുടെ പണ്ടുള്ള ആഗ്രഹങ്ങളിൽ എന്തെങ്കിലും ഇപ്പൊ മോള് സാധിച്ചിരുന്നുണ്ടോ? ആക്ടിങ് എല്ലാ ആഗ്രഹവും ഞാനാ സാധിച്ചു. ആണോ? ഇവളിങ്ങനെ കൂടുതലേ മൂത്താള് +2 കഴിഞ്ഞ വഴിക്ക് തന്നെ പഠിക്കാൻ പുറത്തു പോയി. പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞു. ആ കുട്ടി പുറത്ത് തന്നെയാ. പിന്നെ ജനിച്ചപ്പോ തുടങ്ങി എന്റെ കൂടെ ഈ കക്ഷീനെ. അപ്പൊ ഇവള് ജനിച്ചപ്പോ തുടങ്ങി എന്നെ കാണുന്നു, ഞാൻ ഇവള് ജനിച്ചപ്പോ തുടങ്ങി ഇവളെ കാണുന്നു. ഓ, അത് വെറൈറ്റി. ആർക്കും അങ്ങനെ കിട്ടാറില്ല. ഇതുവരെ പോയിട്ടില്ല നമ്മ ഉദ്ദേശിച്ചത്. ഹോസ്റ്റലിലേക്ക് മാറി താമസിച്ചിട്ടില്ല? ഇല്ല, ഞാൻ ഭയങ്കര ഹോംസിക്ക് ആയിരുന്നു. ഓ, ഞാൻ തീരെ അങ്ങനെ പോയിട്ടില്ല. അപ്പൊ എങ്ങനെ പഠിച്ചതൊക്കെ എവിടെയാ? നാട്ടിൽ തന്നെ? നാട്ടിൽ തന്നെയാണ് കൂടുതൽ പഠിച്ചത്. ഇപ്പൊ PhD വരെയും. അതെ, എന്റെ അമ്മയ്ക്ക് ഞാൻ നല്ലോണം പഠിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ 10-30 വയസ്സ് വരെയും പഠിച്ചോണ്ടേ ഇരിക്കും നമ്മ വിചാരിച്ചില്ല. എന്റെ അമ്മ എന്തിനും പറയോ? അതിപ്പോഴും പറയും. ഓടിയത്. അതെ അതെ അതെ, പഠിച്ചത് മതി മതി എന്ന് പറയുമ്പോ.
കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അറിയായിരുന്നോ ഈ അമ്മ ഇങ്ങനെയാണ് എന്ന്? അറിയാം, നല്ലോണം അറിയാം. ഞങ്ങൾ +1 +2 തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അത്രയും ചെറുപ്പത്തിലേ തൊട്ടിട്ട് ഫാമിലിനെ എല്ലാവരും അറിയാം, ഷെബിനും അറിയാം. അപ്പൊ അതുകൊണ്ട് ഷെബി എപ്പോഴും പറയും വൈബ് ഫാമിലി എന്ന് പറയാറുണ്ട്. ഇനി വേറൊരു കാര്യം നേരത്തെ ചോദിച്ചില്ലേ, എന്താണ് ഇങ്ങനെ അമ്മ ചിന്തിക്കും കുലസ്ത്രീയായിട്ടല്ല കൂടുതലും ചിന്തിക്കാം. ഇത് എന്താണ് ഇപ്പൊ ഈ അടുപ്പിച്ച് 2-3 പനി വന്നു അമ്മയ്ക്ക്. അപ്പൊ ഞാനിങ്ങനെ കോമന്റ്സ് വായിക്കുമല്ലോ, കോമന്റ്സ് വായിക്കുമ്പോ അമ്മയിരുന്ന് കോമന്റ്സ് വായിക്കും. അമ്മ അപ്പൊ ഫയർ ഉണ്ടാവും. അപ്പൊ എന്നോട് വന്നിട്ട് പറയാം എന്നെ തീയിട്ട് കൊല്ലണമെന്ന് പറയുമ്പോ അതല്ല, അമ്മ ഫയർ അടിപൊളി എന്നാണ് അറിയുന്നത്. പിന്നെ അമ്മ പവർ എന്ന് പറഞ്ഞിട്ടുള്ള സ്മൈൽ ഉണ്ടാവും. അപ്പൊ ഞാൻ ചിന്തി പോണത് ഇവനെങ്ങനെ അപ്പൊ ഈ അടുപ്പിച്ച് 2-3 പനി വന്നപ്പോ അമ്മ പറഞ്ഞു ആൾക്കാര് കണ്ണിട്ടിട്ടായിരിക്കും. ഓ പാവം. അപ്പൊ ഞാൻ പറയാം അപ്പൊ അമ്മയുടെ മോഹൻലാലൊക്കെ എന്നേ മോഹൻലാലിനും മമ്മൂട്ടിക്കും പനി ഒഴിഞ്ഞാൽ നേരം ഉണ്ടാവില്ല. അമ്മ ഇങ്ങനെ ഉപ്പുമുളകും കടുകൊക്കെ ഒഴിഞ്ഞിട്ടാ ശരിയാവും. അത് ഇവര് സമ്മതിക്കില്ല. സമ്മതിച്ചൂടെ? അമ്മയുടെ സമാധാനത്തിന് വേണ്ടി അതെ സമ്മതിക്കും. ഈ സോഷ്യൽ മീഡിയയിലെ നമ്മൾ റീൽ ഇടുന്ന സമയത്ത് പൊതുവെ ആൾക്കാർ നമ്മളെ വിലയിരുത്തും, ഇതാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് കുറേ അങ്ങനെ അഭിപ്രായങ്ങൾ വരും. അതായത് ഇത് ഭയങ്കര പെർഫെക്റ്റ് കപ്പിളാണ്, നല്ല ഹസ്ബൻഡാണ്, നല്ല അമ്മയാണ്, ഇതാണ് അടിപൊളി ഫാമിലി, വൈബ് ഫാമിലി. പിന്നെ അതുപോലെ ഇൻബോക്സിലും വരും നിങ്ങൾ നല്ല കപ്പിളാണ്, നിങ്ങൾക്ക് കപ്പിൾ അഡ്വൈസ് തന്നൂടെ, തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വരും. ഓ അതാണ് ഒരു വീഡിയോ ചെയ്തത്. അത് നമ്മൾ ഫണ്ണിയായിട്ട് കാണിച്ചതാണ്. അപ്പൊ ഇതൊരു ഐഡിയൽ ഫാമിലി ആണെന്നുള്ള രീതിയിൽ കുറെ പേര് കോമന്റ്സിലായാലും പിന്നെ ഇൻബോക്സിലായാലും വന്ന് പറയാറുണ്ട്. നമ്മുടെ ഫാമിലി ഐഡിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ജസ്റ്റ് ലൈക്ക് യുവർ ഫാമിലി. ഫ്ലോസും അതുപോലെ തന്നെ പ്രശ്നങ്ങളും വഴക്കുകളും. ഇപ്പം എൻ്റെ അമ്മയുടെയും വഴക്ക് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെയാണ് എനിക്കും ക്ഷമിക്കും. അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ദ തിങ് ദാറ്റ് മാറ്റർ ഇസ് നമ്മൾ വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ആകുള്ള ഒരു കാര്യം. പ്ലീസ് ഡോണ്ട് കം ടു അസ് ഫോർ കപ്പിൾ അഡ്വൈസസ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞുകൊണ്ട് റിലേഷൻഷിപ്പ് അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഐ ഹാഡ് സെവറൽ ബ്രേക്കപ്സ്, കം ടു മീ ഫോർ റിലേഷൻഷിപ്പ് അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകരുത്. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടോളൂ, ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ടാലന്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെടാം. ഞങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ആരോടും പറയില്ല. അത് സെയിം വിത്ത് എനിബഡി. അത് സിനിമ ആക്ടേഴ്സ് ആയാലും പൊളിറ്റീഷ്യൻസ് ആയാലും നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയാലും അവരുടെ പേഴ്സണൽ ലൈഫ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ ആരാധിച്ചുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ കാണരുത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ കോണ്ടന്റ് ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു സോ ഇനി മച്ച്. ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റട്ടെ. ആസ് ഐ മെൻഷൻ, എനിക്കും വിഷമമുള്ള സമയത്ത് ചിരിപ്പിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ടീമാണ് നിങ്ങൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. മീൻസ് അ ലോട്ട്.